അറ്റ്ലീസ്റ്റ് സീരീസിലാണെങ്കിൽ ഒരു എന്താ പറയാ ആള് കുറച്ച് 20s-ലുള്ളൊരു ക്യാരക്ടറാണ് സീരീസ് ചെയ്തിരുന്നത്. അപ്പം അതുപോലും അല്ല, ഇത് കുറച്ച് കുട്ടിയുടെ അമ്മ മെച്ചോർഡാണ്, ജോലി ചെയ്യാണ്, കഷ്ടപ്പാടാണെന്നൊക്കെ പറയുമ്പോൾ എനിക്ക് അറിയില്ലായിരുന്നു അത് എത്ര വർക്കൗട്ട് ആവുമെന്ന്. പക്ഷെ സന്തോഷം, അത് വർക്കൗട്ടായി. നിങ്ങൾക്ക് ഞാൻ കാണുന്ന ആൾക്കാർക്ക് വർക്കൗട്ട് ആവുമെന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പം ഈ സിനിമയിലെ മീര എന്നുള്ള ക്യാരക്ടർ, അപ്പൊ ഞാൻ പെട്ടെന്ന് ആലോചിച്ചു, മീരയ്ക്ക് മുമ്പ് നമ്മളൊരു അവാർഡ് കൂടി മേടിച്ചിരുന്നു. കൺഗ്രാചുലേഷൻസ് പറഞ്ഞില്ല ഞാൻ. കൺഗ്രാചുലേഷൻസ്. ഓക്കെ, മീരയ്ക്ക് മുമ്പ് നമുക്ക് നമ്മുടെ ആ ഒരു ചെമ്പരത്തി പൂര, അന്തിമാന ചെമ്പനിയിൽ കണ്ണിറയെ ചെമ്പരത്തി, ആ പെൺകുട്ടീനെ മറക്കാൻ പറ്റില്ല. അതെ, ഇന്ത്യൻ റുപ്പി. ആ ഒരു ക്യാരക്ടറും നമുക്ക് അത്രയും മനസ്സിലേക്ക് അല്ലേ. നമുക്ക് ഇപ്പോഴും എനിക്ക് തോന്നുന്നു റീസെന്റ് റീൽസിൽ ആ പാട്ട് വീണ്ടും വൈറലായി തുടങ്ങി. ഞാൻ തന്നെ ഞെട്ടിയത് കണ്ടിട്ട്. കുറെ ഞാൻ എന്നെ അങ്ങനെ തന്നെ മറന്നുപോയിരിക്കണു. ഒരു റീൽ ചെയ്താലോ ആ പാട്ടില്, ഒരു റീലായാലോ. ശരിക്കും അതൊരു റീകോൾ ആണ്. ഒരു ആർട്ടിസ്റ്റിനെ സംബന്ധിച്ച് നമ്മള് കുറച്ച് നാളൊരു ഗ്യാപ്പ് അല്ലെങ്കിൽ നമ്മുടെ ഒരു ശൂന്യത ഉണ്ടാവുന്ന ടൈമിൽ നമ്മുടെ ഒരു പഴയ സിനിമയിൽ അതും നമുക്ക് അപ്രിസിയേഷൻ ഒരുപാട് കിട്ടിയിട്ടുള്ള ഒരു ക്യാരക്ടറുണ്ട്. ഒരു പാട്ട് റീകോൾ ആവുന്നു, അങ്ങനെ റീകോൾ ചെയ്യുന്ന ടൈമിൽ നമുക്ക് വേറൊരു അവാർഡ് നമുക്ക് കിട്ടുന്നു. ആ ഒരു ഫേസിനെ എങ്ങനെയാ ശരിക്കും പറഞ്ഞാൽ ഞാൻ അവാർഡ് കിട്ടിയ സമയത്ത് അവാർഡോ അതുകൊണ്ട് ആൾക്കാരെ കുറ്റം പറയാൻ പറ്റില്ല പറഞ്ഞതിന്. എന്താന്ന് വെച്ചാൽ കുറച്ചു കാലം എനിക്ക് ഇതിന്റെ ഷൂട്ട് കഴിഞ്ഞിട്ട് കുറച്ചു കാലമായി. അപ്പൊ അത് കഴിഞ്ഞ് നമ്മുടെ ബാക്ക് സ്റ്റേജ് റിലീസായി. പക്ഷെ അത് ദൂരദർശന്റെ OTT പ്ലാറ്റ്ഫോമിലാണ് റിലീസായത്. അതിന്റെ കൺഫ്യൂഷൻ കാരണം കുറെ പേർക്ക് ഇത് കാണാൻ പറ്റിയില്ല. ഇത് ഡൗൺലോഡ് അത് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പൊ അത് റിലീസായിട്ട് ഈ ദൂരദർശന്റെ OTT ഇത് ഡൗൺലോഡ് ചെയ്ത് കാണാൻ പറ്റാണ്ട് അച്ഛനമ്മയും ഇതെങ്ങനെ കാണും എന്ന് ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എൻ്റെ അടുത്ത്. ഇതേ സമയത്താണ് സംഭവിക്കണത്. അപ്പൊ അവാർഡ് കിട്ടിയപ്പോ അമ്മ എന്നെ വിളിച്ചിട്ട്, നിനക്ക് ആ സിനിമയ്ക്കാണ് അവാർഡ് കിട്ടിയത്, ഇത് കാണാൻ പറ്റത്തില്ലല്ലോ. അതല്ല അമ്മ, അതല്ല, ഇത് വേറെ അപ്പൊ അതിന്റെ ഇടയ്ക്ക് അപ്പൊ അവരും ചോദിക്കുന്നുണ്ട്, നിനക്കേത് അങ്ങനെ. പക്ഷെ യുനോ ഇതൊക്കെ പറയുമ്പോഴും കുറെ കാലങ്ങൾക്ക് ശേഷം ചെയ്തൊരു സിനിമയാണ് അത്. ഞാനായിട്ട് എടുത്ത ഒരു ബ്രേക്ക് അല്ല, അത് വന്ന ഒരു ബ്രേക്കാണ്. അപ്പോ അങ്ങനെ ഇരിക്കെ ഒരു സിനിമ ചെയ്യുന്നതും അതിന് വേണ്ടി നമ്മൾ നല്ല രീതിയിൽ നമ്മൾ അതിന് കമ്മിറ്റഡ് ആയിട്ടും ഇൻവോൾവ് ആയിട്ടും നിന്നിട്ടുണ്ടെന്ന് നമുക്കറിയാം. ഇറ്റ് ഈസ് ബേസിക്കലി ബീങ് സീൻ അല്ലേ, നമ്മൾ ആളുകൾ കാണുന്നുണ്ട് എന്നുള്ളതാണല്ലോ നമുക്ക് ഒരു അവാർഡ് എന്ന് പറയുമ്പോൾ. വേറെ ഒരു വലിയ ഒരു നമ്മളെന്തോ ഭയങ്കര ഒരു കാര്യം ചെയ്തു എന്നുള്ളതിനപ്പുറത്തേക്ക് നമ്മൾ ചെയ്ത വർക്ക് ആളുകൾ കാണുന്നുണ്ട്, അത് ഇഷ്ടപ്പെടുന്നുണ്ട് എന്നുള്ളത്, അതാണല്ലോ നമുക്ക് കിട്ടുന്ന വാലിഡേഷൻ. അതൊരു ആർട്ടിസ്റ്റിന് എന്നും ആവശ്യമുള്ളത് തന്നെയാണ്. സത്യം പറഞ്ഞാൽ എല്ലാ ആർട്ടിസ്റ്റുകളും ഭയങ്കര അത് കൊതിക്കുന്ന ആളുകൾ തന്നെയാണെന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. എന്തെങ്കിലും പറയണം നമ്മളോട്. ഒരു ഷോട്ട് കഴിഞ്ഞാൽ പോലും ഡയറക്ടറിന്റെ മുഖത്ത് എന്തെങ്കിലും പറ, എന്തെങ്കിലും പറ. വി നീഡ് ദാറ്റ് ഫീഡ്ബാക്ക്. അത് ബെറ്റർ ആക്കണോ കുറയ്ക്കണോ? ബിക്കോസ് ഇതിനൊരു മീറ്റർ എന്ന് പറയുന്നത് ഇല്ലല്ലോ. ഓരോരുത്തർക്കും അത് ആ മീറ്റർ മാറാം. അപ്പൊ ഇത് ഒരു so we're constantly seeking feedback, not approval, like to keep that fire going. You constantly need that though. Okay, പക്ഷെ നമുക്ക് ഈ അവാർഡ് കിട്ടിയ സമയത്ത് എനിക്ക് റീം ചേച്ചിയുടെ ആ ഒരു ബൈറ്റ് മൊത്തത്തിൽ ഒന്നുകൂടെ വൈറലായിട്ടില്ലായിരുന്നു. അപ്പൊ എനിക്ക് വിഷമം വന്നു. അശ്ശോ, അതെന്താ ഒരു കുറിക്കുണ്ട് ശരിക്കും. അപ്പൊ നമ്മളിങ്ങനെ വെച്ചാൽ ശരിയാണല്ലോ, എന്തുകൊണ്ട് അതിനെപ്പറ്റി സംസാരിക്കുന്നില്ല? നോട്ട് ഫെയർ അല്ലേ? അത് ഭയങ്കര എന്താ, നമ്മളൊരു പരാതി പറയുന്ന പോലല്ല, ഉള്ളിത്തെറ്റി ഒരാൾ പറയണ പോലത്തെ ഒരു ഫീൽ. ഞാൻ ശരിക്കും അങ്ങനെ ഹേർട്ട്, അത് അല്ലാതെ ഞാൻ അവരെ ഇപ്പൊ ഞാൻ ദേഷ്യത്തിലൊന്നും അല്ല ഞാനത് പറയുന്നത്. ഞാൻ സത്യമായിട്ടും ഞാൻ ഭയങ്കര ഹേർട്ടായിട്ടാണ് ഞാൻ പറയുന്നത്. ഹൗ ഇസ് ഇറ്റ് ദാറ്റ് യു ഫൊർഗെറ്റ് ദാറ്റ്? ഞാനിവിടെ എന്താ പറയാ, ഒറ്റയ്ക്ക് ഒരു ഞാൻ അത് എപ്പോഴും പറയുന്ന ഒരു സ്റ്റോറിയാണ്. ഞാൻ ഒറ്റയ്ക്ക് ഒരു സ്യൂട്ട് കേസുമായിട്ട് വന്നതാണ് വോഡഫോൺ അക്കാദമി ഏഷ്യനെറ്റിലെ ഒരു സ്റ്റുഡിയോയിൽ. ഞാൻ അവിടെ നിന്ന് ഒറ്റയ്ക്കാണ് മിസ് കേരള ചെയ്യാൻ വരുന്നത്. ഞാൻ അവിടെ നിന്ന് ഒറ്റയ്ക്കാണ് എൻ്റെ ഓഡീഷൻ ചെയ്യാൻ ഞാൻ ട്രിവാൻഡ്രത്ത് ശ്യാം സാറിൻ്റെ ഫ്ലാറ്റിൽ പോകുന്നത്. അവിടെ നിന്ന് ഞാൻ ഒറ്റയ്ക്കാണ് എൻ്റെ എല്ലാ സിനിമകളുടെയും ഷൂട്ടിന് ഞാൻ പോയിട്ടുള്ളത്, എല്ലാതും. അപ്പോൾ ഐ ഹാവ് ഹാഡ് എ ജേർണി ആൻഡ് എൻ്റെ ഫാമിലിയിലോ എനിക്ക് അങ്ങനെ ഒരു ഗൈഡിങ് ആയിട്ടോ ആരും ഉണ്ടായിട്ടില്ല.
whatever has happened because of some kind of a plan, divine plan എന്നൊന്നും ഞാൻ പറയുന്നില്ലെങ്കിൽ പോലും I'm saying it was not planned, it happened and I went with the flow. I took my risks, I took my chances, and I have worked really hard for who I am today, and I deserve respect for it. തീർച്ചയായും. അതെനിക്ക് എവിടെ പറയാനും എനിക്ക് ഒരു നാണക്കേടുമില്ല, ഞാൻ ചോദിച്ചുകൊണ്ടിരിക്കും. കിട്ടിയില്ലെങ്കിൽ നമ്മൾ ചോദിച്ചു വാങ്ങുന്നത് തെറ്റില്ല. അതെ അതെ, if it's not given to me, I will ask for it, because I strongly believe I deserve it. യെസ്, ഞങ്ങൾ എല്ലാവരും ഭയങ്കരമായി സപ്പോർട്ട് ചെയ്യുന്ന ഒരു ടീം ഇപ്പോഴും ഉണ്ട്. താങ്ക് യു സോ മച്ച്. ഓക്കെ, അശ്വതി, ഇപ്പം സജിനെ പോലെ ഒരു ഡയറക്ടറിന്റെ ഒരു പ്രൊജക്റ്റ് വരുന്നു. അപ്പം പലരും ഭയങ്കരമായി സംസാരിച്ചിട്ടുള്ള അല്ലെങ്കിൽ ചർച്ച ചെയ്തിട്ടുള്ള ഒരു സിനിമയാണ് ബിരിയാണി. അതേപോലെ അശ്വതി ഇതിനു മുമ്പ് അഭിനയിച്ചതാണെങ്കിലും അതേപോലെ ചർച്ച ചെയ്തിട്ടുള്ളതാണ്. അപ്പം ഇങ്ങനൊരു ത്രെഡ് അല്ലെങ്കിൽ ഇങ്ങനൊരു കഥയുമായി സജിൻ വരുമ്പോൾ എന്തായിരുന്നു ഫസ്റ്റ് അപ്രോച്ച്? പുള്ളിക്കാരൻ്റെ മുമ്പത്തെ വർക്ക്സ് കണ്ടിട്ടുണ്ട്. ഇങ്ങനെ ഇപ്പം ഞാനിപ്പോൾ ഒരു തുടക്കക്കാരിയാണ്, അപ്പോൾ എന്നിലേക്ക് എന്ത് വന്നാലും ചെയ്യുക, ഒരു ചാൻസും കളയരുത് എന്ന് വിചാരിച്ച് നിൽക്കുന്ന ഒരു സ്പോട്ടിലാണ്. ഇതിപ്പോൾ ഈ സിനിമ ഷൂട്ട് കഴിഞ്ഞിട്ട് 1.5 വർഷത്തോളമായി. അപ്പോൾ ആ സമയത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എന്തും ഇങ്ങനെ വരുന്നതെല്ലാം എനിക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലത്തല്ല ഞാനുള്ളത്. അപ്പോൾ വരുന്നത് അത്രയും നല്ലൊരു സ്റ്റേറ്റ് അവാർഡ് വിന്നിങ് സിനിമയൊക്കെ എടുത്ത ഒരാൾ നമ്മളിലേക്ക് ഒരു ക്യാരക്ടറും കൊണ്ട് വരുമ്പോഴത്തേക്കും വി വിൽ ഡെഫിനറ്റ്ലി തിങ്ക് ഓക്കെ എന്താണെന്ന് അറിയുന്നതിന് മുമ്പേ ഓക്കെ ഞാൻ വരാം എന്ന് നമ്മൾ പറയുന്ന ഒരു സ്പോട്ടാണ്. പിന്നെ എൻ്റെ ക്യാരക്ടറിന് അങ്ങനെ ഓഡീഷൻ ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ക്യാരക്ടറിൻ്റെ ഒരു ആർക്കും കൂടി കേട്ടപ്പോഴത്തേക്കും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. സോ and also her performance in B32 ഒരാളും മിസ് ചെയ്യില്ലല്ലോ അത്. I don't think you will need an audition now. ഓഡിഷൻ ആവശ്യമില്ലല്ലോ. നോ, ബട്ട് അല്ല, പക്ഷെ തുടക്കക്കാരി എന്ന നിലയ്ക്ക് നമ്മൾ എന്ത് കിട്ടിയാലും തുടക്കക്കാരി എന്നുള്ള രീതിയിലല്ല, അത് പ്രൊഫഷന്റെ ഭാഗമായിട്ട് തന്നെയാണ് നമ്മൾ ഓഡിഷൻ ചെയ്യണം. അപ്പോൾ ഈ ക്യാരക്ടർ വന്നപ്പോഴത്തേക്കും എനിക്ക് ഭയങ്കര ഹാപ്പി ആയിരുന്നു. ലൈക്ക് ഇതിൽ നമ്മൾ കളയാതെ ചെയ്യുക എന്നുള്ളത് മാത്രമായിരുന്നു. പിന്നെ ക്യാരക്ടർ ആണെങ്കിലും ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ തന്നെ പ്രായത്തിലുള്ള എൻ്റെ ഈ ഒരു ഞാൻ ഭയങ്കര ഒരു ഏർബൻ കൾച്ചർ, ഞാൻ ഡൽഹിയിലാണ് ജനിച്ച് വളർന്നത്. അപ്പം ആ ഒരു എന്താ പറയുക, അവിടുത്തെ ഒരു കൾച്ചർ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ എങ്ങനെ നോക്കിക്കാണുന്നു, ഇവിടെ വരുമ്പോൾ എന്തൊക്കെയാണ് ചേഞ്ചസ്, ഇവിടെ എങ്ങനെ ആൾക്കാർ നോക്കിക്കാണുന്നു. ഇപ്പോൾ എൻ്റെ സ്വദേശം വൈക്കമാണ്, ഞാൻ കൊച്ചിയിലല്ല താമസിക്കുന്നത്, ഞാൻ ഇവിടെ വരുമ്പോൾ. അപ്പോൾ അവിടെയുള്ള ആൾക്കാർ എങ്ങനെയാണ് ഓരോ സാധനത്തെ നോക്കിക്കാണുന്നത്, ഇതൊക്കെ ഭയങ്കര ഒരു ഡിഫറൻസ് ആണ് എനിക്ക്. അപ്പോൾ ഇങ്ങനെ ഒരു ക്യാരക്ടർ വരുമ്പോൾ എനിക്കും ഓക്കെ, എനിക്ക് പറയാൻ പറ്റുന്നതിൽ ഭയങ്കര ഈസിയുമാണ്. എന്നാൽ ചുറ്റും നടക്കുന്ന സാധനങ്ങൾ എങ്ങനെ ഈ ജനറേഷൻ എടുക്കും എന്നുള്ളതിനെ കുറിച്ച് പറയുമ്പോഴത്തേക്കും എനിക്ക് ദാറ്റ് ക്യാരക്ടർ വാസ് റിയലി എനിക്ക് ഭയങ്കര കൊതിയായിരുന്നു. ഓക്കെ, ഇങ്ങനെ ഒരു സാധനം കൂടി ചെയ്താൽ എന്നാണ്. B32 ഒക്കെ ഇറ്റ് വാസ് കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റ്, ഭയങ്കര ഒരു നാടൻ ഒരു നേച്ചറുള്ള ഒരു സാധനം. അപ്പം നമ്മൾ ആസ് ആൻ ആക്ടർ ഡിഫറെൻറ്റ് ക്യാരക്ടേഴ്സ് ചെയ്യണം എന്ന് ആഗ്രഹിച്ച് നിൽക്കുന്ന സമയത്ത് വന്നതുകൊണ്ട് ജസ്റ്റ് ഗ്രാബ് ദാറ്റ് എന്ന് പറയുന്ന ഒരു പൊസിഷനിലായിരുന്നു ഞാൻ. ഐ വാസ് വെരി ഹാപ്പി.